നമ്മുടെ സുഹൃത്ത് കൊല്ലത്ത് നിന്ന് ചേരുന്നു അരുൺരാജ് ഗുഡ് മോർണിംഗ്. അരുൺരാജ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? കൊല്ലത്തൊക്കെ ജനാവലി നമ്മുടെ 24-ന്റെ സംപ്രേഷണം കാണാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. ചങ്കിടിപ്പ് എങ്ങനെ? ചങ്കിടിപ്പ് വിജയകുമാർ ഹാഷ്മി, എന്തായാലും കൊല്ലം അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. എന്താണ് ഇനി വരാൻ പോകുന്ന ഫലം എന്നുള്ളത് 24-ലൂടെ തന്നെയാണ് പ്രേക്ഷകർ പൂർണ്ണമായും നമ്മുടെ ഈ ഫലം കാണാൻ തയ്യാറായിരിക്കുന്നത്. രാവിലെ തന്നെ പലയിടത്തും നമ്മൾ ചെല്ലുമ്പോൾ പറയുന്നത് ഈ നമ്മുടെ ഒരു എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഈ ഇലക്ഷന്റെ മാജിക് എങ്ങനെയാണ് എന്നുള്ളതാണ് അവരെല്ലാവരും അക്ഷരാർത്ഥത്തിൽ നോക്കി നിൽക്കുന്നത്. കൊല്ലത്തേക്ക് വരുമ്പോൾ ഇനി കണക്കൂട്ടലുകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവസാന റൗണ്ട് വരെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വളരെ സ്വാധീനിക്കാൻ പോകുന്ന സ്ഥലമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. അത്ര ടൈറ്റ് മത്സരം നടന്ന, അത്ര ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന സ്ഥലം. സ്വാഭാവികമായും ആര് വിജയിക്കും ആര് വീഴും എന്നറിയാൻ നമുക്ക് കാത്തിരുന്നേ മതിയാവൂ. മറ്റു മണ്ഡലങ്ങളിലെ പോലെയുള്ള മറ്റ് അവസാന നിമിഷം വരെ ഈ കാത്തിരിപ്പ് തുടരേണ്ടി വരും എന്നുള്ള സാഹചര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. NDA സ്ഥാനാർത്ഥിയുടെ കുതിച്ചുചാട്ടം അത് എത്രത്തോളം വോട്ടുകൾ പിടിക്കുമെന്നതിനെ അടക്കം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇവിടുത്തെ വിജയം ആർക്ക് അനുകൂലമായി നിൽക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും മുൻ തവണ ഉണ്ടായതിനെ പോലെ തന്നെ 1,40,000-ത്തിലധികം ഭൂരിപക്ഷമൊന്നും ഇത്തവണ UDF കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഭൂരിപക്ഷം കുറയും എന്നുള്ളതാണ് UDF കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതേസമയം നമ്മുടെ മുകേഷ്, സിനിമാടനായ മുകേഷിന്റെ പ്രതീക്ഷ 5,000 വോട്ടിനായാലും ജയിക്കും എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നലെയും കൂടി നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ജയിക്കും എന്നതിനപ്പുറം വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല, കാരണം അത്ര പ്രതീക്ഷയുണ്ട്. വോട്ടർമാർ തന്നോട് പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രതീക്ഷകളെല്ലാം ഇപ്പോൾ അസ്ഥാനത്താണ്. വോട്ടെണ്ണാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അല്പസമയത്തിനകം തന്നെ ഈ സ്റ്റോർ റൂം തുറന്നു കഴിഞ്ഞാൽ ഈ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക്, വോട്ടിംഗ് ഈ റൗണ്ട് ടേബിളിലേക്ക് ഈ ഒരുപാട് സ്വസ്ഥമായി ഒത്തിരി തമാശകൾ പറയുന്ന ആളാണല്ലോ മുകേഷ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ടെൻഷൻ കയറി നിൽക്കുന്ന ഈ 11-ാം മണിക്കൂറിൽ മുകേഷിനെ കാണാൻ കഴിഞ്ഞു. മുകേഷിന്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ വിജയമല്ലാതെ എനിക്ക് വേറൊന്നും ഓർമ്മയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയോ? തല പ്രശ്നമായി. ഓക്കെ, തീർച്ചയായും ഇന്നലെ പോലും അദ്ദേഹം പറഞ്ഞൊരു സാധനം, എനിക്ക് വിജയം എനിക്ക് ഉറപ്പാണ്, കാരണം അതിൽ കുറഞ്ഞൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി വിജയിച്ചാലും തോറ്റാലും ഞാൻ ഇവിടെ തന്നെ കാണും, ഇവിടെ തന്നെയാണ് എൻ്റെ ഭാവി എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആര് വിജയിച്ചാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ വിജയം എനിക്കൊപ്പമാണെന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് മുകേഷ് പറയുന്നത്. എന്തായാലും ഈ പ്രേമചന്ദ്രനും അതേ ശുഭാപ്തി വിശ്വാസം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ മത്സരം തുടങ്ങി, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം അറിയാറാവുമ്പോഴത്തേക്കും ഇരു സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്തുമെന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കൊല്ലത്തെ മത്സരഫലം ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടി വരും. താങ്ക് യു അരുൺരാജ്. എന്തായാലും ഈ മുകേഷ് ഞങ്ങൾ ഒരു കാര്യം പള്ളിക്കൂടത്തിലൊക്കെ പഠിച്ച SM കോളേജിൽ പഠിച്ചവരാണ്. അപ്പോഴും ഈ മുകേഷിന്റെ ഈ നർമ്മമൊക്കെ അന്നും ഉണ്ട്. അപ്പോൾ ഈ ദിവസം അദ്ദേഹത്തിന്റെ നർമ്മം പുറത്തേക്ക് വരുമോ എന്നാണ് മുകേഷ് ഞങ്ങൾ കാത്തിരിക്കുന്നത്, അല്ലേ? മുകേഷ് പറയുന്നത് അദ്ദേഹം പോയിടത്തൊക്കെ വലിയ ജനാവലി ഉണ്ടായിരുന്നു, ആളുകൾ ഹൃദയത്തോട് ചേർത്തു, അത് വോട്ടായി മാറി വിജയിക്കും എന്നാണ് ഒരു വിമൽ ബാലൻ പറയുന്നത്. വൈ ആർ യു ഗേ സ്ക്രീമിംഗ് സോ എയർലി, സേവ് യുവർ സൗണ്ട് ഫുൾ ഡേ നീഡ് ടു സ്ക്രീമിംഗ്. എന്തിനാണ് ഇത്ര രാവിലെ കിടന്ന് നമ്മൾ ഈ നേരത്തെയുള്ള ശബ്ദമൊക്കെ കളഞ്ഞ് സമയമാകുമ്പോൾ ശബ്ദമില്ലാതെ അങ്ങനെയൊന്നും വരത്തില്ല, അല്ലേ? ഇതൊക്കെ നമ്മൾ എത്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നമ്മൾ ഒന്നിച്ചുള്ള യാത്രയായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കുഴപ്പം കാണത്തില്ല. മാത്രമല്ല, ഞങ്ങളുടെ 3 പേര് മാത്രമല്ല, ഇവിടെ നമ്മുടെ ഈ 24-ന്റെ പട്ടാളം എന്ന് പറഞ്ഞാൽ നമ്പറുകൾ ഇഷ്ടം പോലെ നിൽക്കല്ലേ, ആളെ നിൽക്കാണ്. ഗോപികൃഷ്ണൻ ബാത്റൂമിൽ എന്താ പോയിട്ടേ ഉള്ളൂ, അല്ലേ? ഓക്കെ, പുറത്ത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, കാര്യങ്ങളൊക്കെ ഉണ്ട്. 6:37 6:37 8 മണിക്ക് ഇനി 1 മണിക്കൂർ എത്ര അത്രേ ഉള്ളൂ. പ്രശ്നമല്ല. പല പ്രേക്ഷകർ നമ്മൾ ഓർപ്പെന്തറിയോ, എനർജി കളയരുത് വിജയകുമാർ. കളയാനുള്ളത് നമുക്ക് എനർജി മാത്രമേ ഉള്ളൂ എന്ന് പ്രേക്ഷകർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ പറയുന്നത്. ഒരിക്കലുമല്ല. ഒരു കാര്യം പറയുന്നു കേട്ടോ, SKN വിജയകുമാർ ആൻഡ് ആഷ്മി 24-ൽ മാത്രം കണ്ണും നട്ട് കാത്തിരിക്കുന്നു. ഇടയ്ക്ക് ഇമ്മ വെട്ടണം, അല്ലെങ്കിൽ അത് കണ്ണിന് കേടാണ് എന്ന് പറയും. സത്യത്തിൽ സ്ക്രീനിലോട്ട് നോക്കിയിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. ഓണത്തിന് അത്തപ്പ ഇട്ട പോലെ. എന്റെ സുജിത്താണ് അതങ്ങനെ പറയുന്നത്. അണ്ണൻ ഏതാ മനസ്സിലാകാത്ത? അണ്ണ ഇങ്ങോട്ടൊന്ന് പറഞ്ഞ് 24 ആശംസകൾ 24 ടീമിനും. നമ്മുടെ സ്ക്രീൻ ഫുൾ ഒന്ന് കാണിച്ച്, നമ്മുടെ ഈ അതായത് അത്തപ്പ ഇട്ട പോലെയാണോ ഇതിരിക്കുന്നത്? സൂപ്പർ. വിജയകുമാർ, നമുക്കൊന്ന് പറഞ്ഞാലോ, പ്രേക്ഷകർ അറിഞ്ഞോട്ടെ. ഏറ്റവും ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024, അതിൽ ഇന്ത്യയുടെ
ഇന്ത്യയുടെ കണക്കാണ്. 543 NDAക്ക് എത്ര, ഇന്ത്യക്ക് എത്ര, മറ്റുള്ളവർക്ക് എത്ര. അത് ഏറ്റവും മുകളിൽ വലിയ അക്ഷരത്തിൽ അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞ കേരളത്തിൽ UDF എത്ര, LDF എത്ര, NDAക്ക് എത്ര നല്ല വെണ്ടക്ക അക്ഷരത്തിൽ ലെജിബിൾ ആയി വളരെ ഒരു പ്രശ്നവുമില്ലാതെ ഒറ്റ നോട്ടത്തിൽ തന്നെ കറക്റ്റാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് കേരളമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇടയ്ക്കോട്ട് കണ്ണ് പായിക്കുക, അത്രേ ഉള്ളൂ. അതല്ല ഇന്ത്യ ആര് ഭരിക്കുമെന്ന് അറിയാൻ നിങ്ങൾ മേലോട്ട് പായിക്കുക. ഇനി അത് കഴിഞ്ഞാൽ പായിക്കാൻ താഴെ ഒരു അവസരമുണ്ട്. ഓരോ മണ്ഡലത്തിലും ആരാണ് 20 മണ്ഡലങ്ങൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ മണ്ഡലത്തിൽ ആരാണ് വിജയിക്കാൻ പോകുന്ന പല സൂചന എന്താണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ലഭിക്കാൻ നിങ്ങൾക്ക്. ഇനി നിങ്ങൾ ഈ സ്ക്രീനിന്റെ നിങ്ങൾ കാണുന്നിടത്ത് നിങ്ങളുടെ റൈറ്റ് സൈഡിലോട്ട് മാറിയാൽ, ഞങ്ങൾ ടെക്നിക്കലി പറ്റാത്ത ഇടതു ഭാഗമാണ്, എന്നാൽ പോലും സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, അതായത് 24ന്റെ ലോഗോയുടെ തൊട്ട് താഴെ കാണുന്നത് എന്താണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നത്, പിന്നെ ഞങ്ങളെയാണ് കാണുന്നത്. അതല്ല സൂപ്പർ കേസാണ്. അതിന്റെ താഴെ ഓരോ മണ്ഡലത്തിലെയും ജയപരാജയങ്ങൾ, ആര് മുന്നിൽ, ആര് പിന്നിൽ, ആര് വാഴും, ആര് വീഴും, എല്ലാം ഉണ്ട്. അതിന്റെ താഴെ അതിലും വിലപ്പെട്ടൊരു സാധനമുണ്ട്, പരസ്യം. അപ്പൊ അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല, പക്ഷേ അലോസരപ്പെടുത്താതെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ അൺഇന്ററപ്റ്റഡ് ടെലികാസ്റ്റിന് പോകുമ്പോൾ, അതായത് പ്രേക്ഷകരെ കുഴപ്പത്തിലാക്കാത്ത രീതിയിലുള്ള പരസ്യ സംപ്രേഷണമായിരിക്കും. മാത്രമല്ല, ചില പരസ്യങ്ങളൊക്കെ വന്നാലും വെറും 120 സെക്കൻഡ് മാത്രമേ നിലനിൽക്കൂ. അപ്പൊ വളരെ ചെറിയ 2 മിനിറ്റ് ഡ്യൂറേഷൻ അടിച്ചങ്ങ് പോകും, അല്ലേ? അത്രേ ഉള്ളൂ. അടി കൊണ്ട് നമ്മൾ വീടില്ല. പോയി എന്നാരോ പണ്ട് പറഞ്ഞു. ആരായിരുന്നു? സുരേഷ് ഗോപിയാ പറഞ്ഞത്. ഇപ്പൊ എന്തായാലും സുജിത് കുമാർ മനസ്സിലായല്ലോ. ഇപ്പൊ ഇനിയെങ്കിലും പറയരുത് ഇത് അത്തപ്പൂക്കളം പോലെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു, അല്ലേ? ഒരുപാട് നിറങ്ങളുണ്ട്. അപ്പൊ ചില അത്തപ്പൂ പോലെ വേണ്ട, അത് പ്രശ്നമല്ല. അത്തപ്പൂ നല്ലൊരു സിമ്പലാ. താങ്കൾ പറഞ്ഞത് നമുക്ക് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും അത്തപ്പൂ പോലെ കുഴപ്പമൊന്നുമില്ല. മാവേലിക്കരയിൽ നിൽക്കുന്നുണ്ട്, കുറച്ചു നേരമായിട്ട് അവിടെ നിൽക്കുകയാണ്. അവന്റെ ക്ഷമയുടെ നെല്ലിപ്പല കുടിഞ്ഞു. കലിപ്പില. അഖിൽ ഷാ കലിപ്പിലാണോ? പറയൂ അഖിൽ ഷാ. ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ഇല്ല സ്കേൻ, കലിപ്പിലൊന്നുമല്ല. രാവിലെ തന്നെ മാവേലിക്കര മണ്ഡലത്തിലെത്തി. ഇപ്പോൾ ഇവിടുത്തെ കൗണ്ടിംഗ് സെന്ററിലാണ്. ഏതാണ്ട് കുറച്ച് സമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പൂർത്തിയാക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആവേശകരമായ ഒരു പോരാട്ടം തന്നെയാണ് മാവേലിക്കര മണ്ഡലത്തിൽ നടന്നത് എന്നത് പറയാതെ വയ്യ. ഒരു ത്രികോണ മത്സരം അല്ല എങ്കിൽ പോലും ഈ കൊടിക്കുന്നിൽ സുരേഷും അതുപോലെ തന്നെ CA അരുൺകുമാറും തമ്മിൽ വലിയ മത്സരമാണ്, വലിയ പോരാട്ടമാണ് നടന്നത് എന്ന് പറയുന്നതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള ഒരു വലിയ നേതാവ്, അത് ഏതാണ്ട് 27 വർഷം MP ആയി പരിചയമുള്ള, MP ആയി തുടർന്നൊരു നേതാവ്, ആ നേതാവിനെ തന്നെ വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായും അതിലവർ ലക്ഷ്യമിടുന്നതും അത്തരത്തിൽ ഒരു വിജയം ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ അത്തരത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവർ ലക്ഷ്യം വെച്ചിരുന്നത്. തൊട്ടിപ്പുറത്ത് CA അരുൺകുമാറിനെ കൊണ്ടുവന്നപ്പോൾ അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു യുവാവിനെ അല്ലെങ്കിൽ ഒരു പുതു നേതാവിനെ MP ആയി മാവേലിക്കരയ്ക്ക് സമ്മാനിക്കുക, അത്തരത്തിൽ തന്നെ ജനങ്ങൾ അതിനെ സ്വീകരിക്കും എന്നുള്ളൊരു കാര്യമാണ് CA അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നപ്പോൾ LDF മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ എക്സിറ്റ് പോളുകൾ ഫലങ്ങൾ വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഉൾപ്പെടെ ചില ആശങ്കകളുണ്ട്. അതായത് 5 സീറ്റുകൾ ഉൾപ്പെടെ ലഭിക്കും, LDFന് ലഭിക്കുമെന്ന് പറയുന്നതിൽ ഒരു സീറ്റ് മാവേലിക്കരയാണെന്നുള്ളതാണ് LDF ഇപ്പോഴും ഉറപ്പിക്കുന്നത്. അത്തരത്തിൽ ഒരു ആശങ്ക ഈ UDF ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു മാവേലിക്കര മണ്ഡലത്തിൽ ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറയാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളതാണ്. അത് തന്നെയാണ് ഒരു പൊതു അഭിപ്രായമായിട്ട് നമ്മൾ എടുത്താലും ഈ UDFന് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ രീതിയിലുള്ളൊരു വോട്ട് വിഹിതത്തിൽ വലിയൊരു കുറവുണ്ടാകും എന്നുള്ളൊരു ഒരു നിലപാടിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിലാണ് ഇപ്പോൾ UDFന്റെ ഒരു സംഭവം പോകുന്നത്. എന്തായാലും LDFന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ CA അരുൺകുമാർ തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDF മാവേലിക്കര മണ്ഡലത്തിൽ വിജയിക്കും എന്നുള്ളതാണ് തുടർച്ചയായി CA അരുൺകുമാറും അതുപോലെ തന്നെ ഇടതുമുന്നണി ഉൾപ്പെടെ പറഞ്ഞു വരുന്നത്. എന്നാൽ അപ്പുറത്ത് ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ അധികാനായ ഒരു നേതാവ്, മണ്ഡലത്തിൽ ഇത്രയധികം പരിചയമുള്ള ഒരു നേതാവ്, ആ നേതാവ് വീണ്ടും തുടരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് UDFനും ഉള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ വോട്ടെണ്ണലിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അപ്പോ അങ്ങനെയാണ് മാവേലിക്കരയിൽ വിജയകുമാർ നമ്മൾ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. SJ റിയലി ഫുള്ളി കൺഫ്യൂസ്ഡ്. കൺഫ്യൂഷൻ തീർക്കണമെന്നുള്ള ജയറാമിന്റെ പാട്ട് പോലും അദ്ദേഹം പറയുന്നത് ദാറ്റ്സ് മേക്സ് എ സ്ക്രീൻ കംപ്ലീറ്റ്ലി മസാല എന്നാ പറഞ്ഞേക്കുന്നത്. SJ ഞാൻ ഒന്നുകൂടി പറയാം, ഒരു കൺഫ്യൂഷൻ ഇതിനകത്ത് വേണ്ട. പരസ്യങ്ങളുടെ ഇടയ്ക്ക് വന്നു പോകും. ഒരു ഗ്രാഫിക്കൽ അഡ്വർടൈസ്മെന്റ് ആണ്, അത് നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തില്ല. നിങ്ങൾ കാണുന്ന സ്ക്രീൻ ഏറ്റവും ടോപ്പിലേക്ക് നോക്കിക്കോളൂ, അത് ആദ്യം ലോക്സഭ,
അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ കാര്യം എന്താണ്, അത് കഴിഞ്ഞാൽ ഓരോ മണ്ഡലം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ മണ്ഡലത്തിൻ്റെ കണക്കുകൾ. ഇനി അതിൻ്റെ വലതു ഭാഗത്തേക്ക് നിങ്ങൾ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ മാറുക. അവിടെ ആദ്യം ലോഗോ കാണുന്നു. അതിൻ്റെ തൊട്ടു താഴെ സംസ്ഥാനങ്ങളിൽ എന്താണ് അവസ്ഥ എന്ന് പറയുന്നു. ഇപ്പോൾ രാജസ്ഥാൻ, മണിപ്പൂർ എന്ന് പറയുന്നില്ലേ ആ സ്ഥലത്ത്, ഒഡീഷ, മണിപ്പൂർ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്. അത് കഴിഞ്ഞാൽ താഴെ നല്ല 3 ഗജവീരന്മാർ നിൽക്കുന്നു. അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയാണ് നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിലെ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളുടെ നല്ലൊരു പാസ്പോർട്ട് സൈസ് പടവും അല്ലേ, മറ്റു വിശദാംശങ്ങൾ ലഭിക്കുന്നു. അതിൻ്റെ താഴെയാണ് നിങ്ങൾ പറയുന്ന ഈ മറ്റേ സാധനം, ചെറിയ പരസ്യം. അതെ, ഒരു പ്രേക്ഷകൻ പറയുന്നു ആ പരസ്യത്തിൽ അരിയല്ലേ അരി അല്ലേ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.